ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്ന മെറ്റീരിയൽ, ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെക്ക് കോട്ടനെ പോലെ തന്നെ ചെക്സ് ആയിട്ടിരിക്കും. പക്ഷേ മെറ്റീരിയൽ കോട്ടൺ അല്ല, സിന്തറ്റിക് ആണ്. അപ്പോൾ ഒരു ഇത്തിരി ഷൈനിങ് എഫക്റ്റും ഉണ്ടാകും. ചെക്ക് കോട്ടനെ പോലെ അത്ര സ്റ്റിഫല്ല, തളർന്ന് കിടക്കുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാനും സുഖമുള്ള ഒരു മെറ്റീരിയലാണ്. കോസ്റ്റ് വൈസ് ആണെങ്കിലും ചെക്ക് കോട്ടനേക്കാളും കുറച്ചും കൂടെ വില കുറഞ്ഞ മെറ്റീരിയലുമാണ്. ഇതാണ് മെറ്റീരിയൽ. ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിന് കുഴപ്പമില്ല. ചെക്ക് കോട്ട തന്നെ ഇതും ലാസ്റ്റ് ചെയ്യും. ചുരിദാറിനും സാരിക്കും നല്ലോണം പോകുന്ന ഒരു പീസുമാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ നമുക്ക് പലതരം സ്റ്റിച്ചസ് അറിയാം. ഫ്ലൈ സ്റ്റിച്ച്, ഷാഡോ വർക്ക്, അങ്ങനെ പലതരം സ്റ്റിച്ചസ്, സാറ്റൻ, ബൂളിയൻ നോട്ട്, സ്പൈഡർ വർക്ക്. അപ്പം ഈ വർക്കെല്ലാം ചിലവരെന്നോട് ചോദിക്കാറുണ്ട്, ഏത് മെറ്റീരിയലിൽ ഏത് വർക്ക് ചെയ്യുന്നതാണ് നല്ലതെന്ന്. ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലും തന്നെ എല്ലാ വർക്കും ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ചില വർക്ക്സൊക്കെ ചില മെറ്റീരിയൽ ചെയ്താൽ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. യൂഷ്വലി പ്ലെയിൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ മെറ്റീരിയൽ, സിൽക്ക്, ടെസർ സിൽക്ക്, എല്ലാ സിൽക്ക് മെറ്റീരിയൽസ്, ജൂട്ടില്ല കേട്ടോ, ജൂട്ടാകുമ്പോൾ അകന്നു പോകും. ജൂട്ട് മെറ്റീരിയൽ, സിൽക്ക് മെറ്റീരിയൽസ്, പിന്നെ ഓർഗൻസ്, അങ്ങനത്തെ മെറ്റീരിയൽസിലൊക്കെ നല്ലതായിരിക്കും. പ്ലെയിൻ ആയിട്ടുള്ളത്, ചെക്സ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ. ഇങ്ങനെ ചെക്സ് വരുന്ന മെറ്റീരിയലിൽ സാറ്റിൻ സ്റ്റിച്ച്, ഫ്ലൈ സ്റ്റിച്ച്, അങ്ങനെ ചില സ്റ്റിച്ചസൊക്കെ ചെയ്യാൻ നേരത്തെ ആ ഒരു ഫിനിഷിങ്, ഇപ്പോൾ ഓർഗൻഡിയിൽ ചെയ്യുന്ന ഒരു ഫിനിഷിങ് ഈ മെറ്റീരിയൽ ചെയ്താൽ കിട്ടത്തില്ല. അത് നിങ്ങൾക്ക് തയ്യൽ അറിയില്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമല്ല, അത് മെറ്റീരിയലിൻ്റെ കുഴപ്പമാണ്. ഇതിൻ്റെ അകത്ത് ചെക്സ് ഉള്ളതുകൊണ്ട് തയ്ക്കുമ്പം ആ ഫിനിഷിങ് കിട്ടത്തില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ചും ഫിഷ് ബോണും ഫ്ലൈ സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ എങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആക്കാം എന്നാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് എങ്ങനെയാണ് നല്ല ഭംഗിയിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ തയ്ച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു പാറ്റേണിലോട്ട് കൊണ്ടുവരാൻ പറ്റുക, ഈ ഒരു ഫിനിഷിങ്ങിൽ വരുത്തുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സിമ്പിൾ നമ്മൾ ഡിസൈൻ എടുക്കുന്നത് സിമ്പിളായിരിക്കും, പക്ഷേ അതിൻ്റെ കളർ കോമ്പിനേഷനും അതിൻ്റെ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഒരു പാറ്റേൺ ഭയങ്കര കളർഫുള്ളാക്കി അല്ലെങ്കിൽ ഒരു ഭംഗി കൂട്ടാൻ പറ്റുക നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഭംഗി കൂട്ടി തയ്ക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് കളർ അറിയാൻ പറ്റുന്നില്ല. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. ഇതിൻ്റെ കളർ ലൈറ്റ് പീച്ച് ഷെയ്ഡ് സാരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് നല്ല സൂം ചെയ്തപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം എന്തോരം ഉണ്ട് അതിൻ്റെ ചെക്സിൻ്റെ വലിപ്പം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഈ ചെക്ക് കോട്ടേനേക്കാളും കുറച്ചും കൂടെ അകൽച്ച പോലെ നമുക്ക് തോന്നും ചെക്സിനൊക്കെ, അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് തയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മറ്റേത് കോട്ടൺ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് കിട്ടും. ഇത് സിന്തറ്റിക്കും കൂടെ ആയതുകൊണ്ട് ഫിനിഷിങ് കുറച്ചും കൂടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാനായിട്ട് 3 strands ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ആങ്കറിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി കുറച്ചായിട്ട് നമുക്ക് എടുക്കാനും പറ്റില്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ഒത്തിരി കുറച്ച് ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, ഈ സാരിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് അകത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഈ ഒരു അകൽച്ചയുണ്ട്. ഇതിപ്പോൾ അതേ സമയത്ത് നമ്മളിപ്പോൾ ഒരു ഓർഗൻഡി സാരിയില്ല തയ്ക്കണമെങ്കിൽ തൊട്ടടുപ്പിച്ച് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അത്ര അകത്തി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചെക്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ഒരേ തുണിയിലും തയ്ക്കുമ്പം അതിൻ്റെ രീതിയിൽ വ്യത്യാസമുണ്ട്. അത് ചിലവരെന്നോട് ചോദിക്കാറുമുണ്ട്. പലരും അങ്ങനെ ഡൗട്ട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഏത് തുണിയിൽ ഏത് സ്റ്റിച്ച് തയ്ച്ചാലാണ് നല്ലത്. അപ്പോൾ ഞാൻ പറയും, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിച്ചും തയ്ച്ചാൽ തന്നെ നല്ലതാണ്. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഇപ്പം ചെക്ക് കോട്ടയിൽ ഷാഡോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സിൽക്കി കോട്ടയിൽ ഷാഡോ വർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ ഒരു ഫിനിഷിങ് അതിന് നല്ലത് കിട്ടത്തില്ലെന്ന് വെച്ചാൽ ഓൾറെഡി ചെക്സ് ഉണ്ട്, അല്ലെങ്കിൽ സിൽക്കി കോട്ടയിലാണെങ്കിൽ ലൈൻസ് ഉണ്ട്. അപ്പോൾ ഷാഡോ വർക്ക് ചെയ്താൽ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല പ്ലെയിൻ മെറ്റീരിയൽ ചെയ്യുന്നത്ര. ഓർഗൻസിലോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അത്ര ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും അങ്ങനത്തെ ജോർജറ്റ് അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഷാഡോ വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ഈ ഇങ്ങനത്തെ ചെക്സ് ഉള്ള മെറ്റീരിയലിലും നമ്മൾ തയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സൂക്ഷിക്കണം. അതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് തൊട്ടടുപ്പിച്ചെടുത്താൽ അത്ര ഭംഗി ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഭംഗി ഉണ്ടാവില്ല എന്നല്ല. ഈ ചെക്സ് ഉള്ളതുകൊണ്ട്, ഓട്ടയുണ്ടുള്ളതുകൊണ്ട് നമുക്ക്
തയ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഡബിൾ ഷെയ്ഡ് ത്രെഡ് കൊണ്ട് സ്റ്റെം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റെം തയ്ച്ചു കഴിഞ്ഞത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ലീഫാണ് തയ്ക്കേണ്ടത്. ലീഫ് നമ്മൾ ഫിഷ് ബോണാണ് തയ്ക്കുന്നത്. ഫിഷ് ബോൺ തയ്ക്കുമ്പം എല്ലാവരും ചിലപ്പം തയ്ക്കുമ്പം ഈ ലീഫിൻ്റെ ഈ ഒരു പാറ്റേൺ ഔട്ട്ലൈൻ മാത്രമാണ് വരച്ച് വെക്കുള്ളൂ. നടുക്കേ കൂടെ ഇങ്ങനെ ഒരു ലൈനും കൂടെ വരച്ച് വെച്ചാൽ നമ്മൾ എപ്പോൾ തയ്ച്ചാലും അതിനൊരു ഫിനിഷിങ് കിട്ടിക്കോളും. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഏതാണെന്ന് നമുക്കറിയാം, ഞാൻ തയ്ച്ചോളാം എന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ ബിഗിനേഴ്സിനാണ് പറയുന്നത്, നല്ലോണം തയ്ക്കാൻ അറിയാവുന്നവർക്ക് ഇന്ന് താഴത്തെ നടുക്കേ കൂടെ ഈ ലൈൻ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുക അല്ലെങ്കിൽ അധികം പ്രാക്ടീസ് ഇല്ല തയ്ച്ച്, അങ്ങനെയുള്ളവർ നടുക്കേ കൂടെ ഈ ലൈൻ വരച്ച് വെച്ചിട്ട് തയ്ക്കുവാണെങ്കിൽ എപ്പോഴും ഉപകാരപ്പെടും. ഈ ഫിഷ് ബോൺ, ഫ്ലൈ സ്റ്റിച്ച് അങ്ങനത്തെ സ്റ്റിച്ചസ് എല്ലാം വരുമ്പോൾ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ സെൻറ്റർ ലൈൻ നോക്കി തന്നെ ഫുള്ളും തയ്ക്കാനും ശ്രമിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഒരു വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ നടുക്കേ കൂടെയുള്ള പാർട്ടീഷൻ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി. ഈ മെറ്റീരിയലിൽ തയ്ക്കുമ്പോൾ ഒത്തിരി വലിക്കാനും പാടില്ല. വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഴ ഇങ്ങനെ അകന്നു പോകും. പിന്നെ നടുക്കത്ത് തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ എടുത്തു. പിന്നെ ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് തന്നെ ഇപ്പുറത്തോട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫിഷ് ബോൺ തയ്ക്കുന്നത്. കുറച്ച് താത്തി എടുക്കുക. ഇതിൻ്റെ അത് താത്തി താഴത്തോട്ട് എടുക്കണം എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയലിൽ തയ്ക്കുമ്പോൾ ഹോള് വരും. അപ്പോൾ താത്തി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അത് നോക്കി ചെയ്യുക. എപ്പോഴും ആ സെൻറ്റർ ലൈൻ കണ്ടിന്യൂ ചെയ്തിരുന്നാലാണ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ആ നടുക്കേ കൂടെയുള്ള ആ ലൈൻ കിട്ടുകയുള്ളൂ, ഫിനിഷിങ് കിട്ടുകയുള്ളൂ. അതിനാണ് സെൻറ്റർ ലൈൻ വരയ്ക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ചിലപ്പം പുതിയതായിട്ട് തയ്ക്കുന്ന ആൾക്കാർക്ക് ആ സെൻറ്റർ ലൈൻ വരയ്ക്കാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് തയ്ച്ചു പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ബാക്കിയുള്ള ലീഫ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് തീർത്തിട്ട് അടുത്തത് പെറ്റൽ തയ്ക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ബോൺ ലീഫ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ നടുക്കേ കൂടെ വരുന്ന പാർട്ടീഷൻ കണ്ടോ, ഇതുപോലെ നല്ല പാർട്ടീഷൻ വരും. പിന്നെ ഈ സൈഡ്സിൻ്റെ ഇത് കണ്ടോ, ഇവിടെ സൈഡ്സിൽ ഈക്വലായിട്ട് നോർമൽ നല്ല ക്ലോത്തിൽ, കട്ടിയുള്ള ക്ലോത്ത്, ഹോൾസ് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ക്ലോത്തിലാണ് തയ്ക്കണമെങ്കിൽ ഇവിടുത്തെ ആ സൈഡിലത്തെ ഫിനിഷിങ് നല്ലതായിട്ട് കിട്ടും. ഇത് നമുക്കിങ്ങനെ ഹോൾസ് ഉള്ളതുകൊണ്ട് നമ്മൾ വലിക്കുമ്പം ആ ഹോളിൻ്റെ ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇത് സൈഡിൽ കൂടെ വരുന്നത്. അതുകൊണ്ടാണ് ഈ ലീഫ് ഇങ്ങനെ ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ചെക്കോട്ടയിലൊക്കെ തയ്ക്കുമ്പം ആ ഒരു ഫിനിഷിങ് നോർമൽ ക്ലോത്തിൽ തയ്ക്കുമ്പോൾ, കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ഓർഗൻഡി ക്ലോത്തിൽ തയ്ക്കുന്ന അത്ര ഫിനിഷിങ് ഈ ഒരു ക്ലോത്തിൽ തയ്ച്ചാൽ ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഫ്ലൈ സ്റ്റിച്ചാണ് ലീഫിൻ്റെ പെറ്റൽസിൽ തയ്ക്കുന്നത്. അതിന് ഞാൻ 6 സ്ട്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് 6 സ്ട്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനും ഫ്ലൈ സ്റ്റിച്ച് തയ്ക്കുമ്പോഴും നടുക്കേ കൂടെ ലൈൻ വരയ്ക്കുക. എന്നാലാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഫിഷ് ബോൺ തയ്ച്ചപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ കിട്ടിയ പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിലും ലൈൻ വരച്ചിട്ട് തയ്ക്കുക. ലൈൻ ഇല്ലാണ്ട് തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഇപ്പോൾ ഈ ലെങ്ത്താണ് ഞാൻ താത്തുന്നത്. ഈ ലെങ്ത് എടുത്ത് ഇപ്പോഴത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഇതിൻ്റെ അത് തയ്ക്കുമ്പോൾ മുറുക്കി ഒത്തിരി വലിക്കരുത്. വലിക്കുമ്പോൾ ഹോളിൻ്റെ സൈസ് മാറിപ്പോകും. വീണ്ടും ഫിനിഷിങ് എഡ്ജസിലത്തെ ഫിനിഷിങ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ഇതുപോലെ ഇപ്പോഴത്തെ പോയിന്റിൽ അതുപോലെ താത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചെടുക്കുന്നത് സെൻറ്ററിൽ. അപ്പോൾ ഈ സെൻറ്ററിൽ വലിച്ചെടുക്കുമ്പോൾ ഈ ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യം പോയിന്റിൽ നമുക്ക് വലിച്ചെടുക്കാം. ഇവിടെ കുത്തിയെടുക്കുക, ത്രെഡ് അതിൻ്റെ ഇടയിൽ കൂടെ ഇടുക, ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് വലിക്കുക. എന്നിട്ട് തൊട്ട് താഴെ തന്നെ, ഒത്തിരി നീട്ടണ്ട, തൊട്ട് താഴെ തന്നെ താത്തുക. ഒരു വി ആയില്ലേ, ഇതുപോലെ വി ആണ് നമുക്ക് തയ്ക്കേണ്ടത്. ഇങ്ങനെ എടുക്കുന്നു, ഈ ഡിസൈൻ വരച്ചതുപോലെ തന്നെ തയ്ക്കുക. വീണ്ടും ആ സെയിം ലൈനിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക.
അങ്ങോട്ടും ഇങ്ങോട്ടോ മാറരുത്. മാറുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ ഒരു നീറ്റ്നെസ് കിട്ടാത്തത്. ഇപ്പം നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് ഒരു പെറ്റൽ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കി എല്ലാം താഴെയായിട്ട് വന്ന് നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിൻ്റ് ഇവിടെ, ഒരു പോയിൻ്റ് അപ്പുറേ, ഒരു പോയിൻ്റ് ഇപ്പുറേ അങ്ങനെ വെച്ചാൽ ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും താഴെ തന്നെ ഒരേമാതിരി തന്നെ വന്നാലാണ് അതിൻ്റെ ആ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ ബാക്കി എല്ലാ പെറ്റലും നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് ഈ ഫ്ലവർ എങ്ങനെയിരിക്കണമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് വെച്ച് ഫ്ലവറിൻ്റെ പെറ്റലെല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഓരോ ഇതിന് താഴെ തന്നെയാണ് നമ്മൾ ഓരോ ഫ്ലൈ സ്റ്റിച്ചിൻ്റെയും ആ താത്തി കൊടുക്കുന്ന ആ സ്റ്റിച്ച് വന്നിരിക്കുന്നത് അല്ലേ. ആ പൊട്ട് പോലെയുള്ളത് എല്ലാം താഴെയായിട്ട്. അപ്പോൾ ആ ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിൽ തന്നെ പോയിൻ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വൃത്തിയായിട്ട് ഫ്ലൈ സ്റ്റിച്ച് പെറ്റൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ഫ്ലവറിന് കുറച്ചും കൂടെ ഒരു പ്രൊജക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ നമ്മൾ ഒരു ഓഫ് വൈറ്റ് കളർ ത്രെഡും കൊണ്ടാണ് സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫ്ലൈ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു അകൽച്ച വരും എല്ലാ ഇതിലും. അപ്പോൾ ആ കൃത്യം സർക്കിളിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ള സ്പേസിൽ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ്, എന്നാലാണ് പൂവിനൊരു എടുപ്പ് കിട്ടുള്ളൂ. സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെൻറ്ററിൽ നിന്ന് എടുത്ത് തുടങ്ങാനാണ്. സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ താത്ത്, എന്നിട്ട് പിന്നെ രണ്ട് സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കുക. അപ്പോൾ നമ്മൾ സാറ്റിൻ സ്റ്റിച്ചും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൂമ്പൊടി പോലെ ഇരിക്കുന്ന ഭാഗമാണ് തയ്ക്കുന്നത്. അവിടെ നമ്മൾ തയ്ക്കുന്നത് ലോങ് ഫ്രഞ്ച് നോട്ടാണ് തയ്ക്കുന്നത്. അതും 6 strands സെറ്റാണ്. അപ്പോൾ ഫ്ലവർ ഫുള്ളും 6 strands സെറ്റിട്ടാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഫ്ലവർ പാറ്റേണിന് നമുക്ക് എടുപ്പ് കൂട്ടണം എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് കളേഴ്സ് അതിന് ചേരുന്ന, ഒത്തിരി തെറിച്ച് നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല, നല്ലൊരു സെറ്റിലായിട്ട് അതിന് ചേരുന്ന കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ നോക്കുക. മറ്റു ഭയങ്കര കോൺട്രാസ്റ്റ് ഇട്ട് അതും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ സെറ്റിലായിട്ടുള്ള കളർ കോമ്പിനേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡും അങ്ങനെ ഒത്തിരി കോൺട്രാസ്റ്റ് അല്ല. അപ്പോൾ പെറ്റൽസിൻ്റെ ഇതിന് സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ ത്രെഡ് 6 strands എടുത്തിട്ടുണ്ട്, ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ. അതിൻ്റെ അകത്ത് ഇതുപോലെ ചുറ്റിയിട്ട് നമുക്ക് എവിടെ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിൽ നമ്മൾ താത്തുകയാണ്. ഇങ്ങനെ ആണ് ലോങ് ഫ്രഞ്ച് നോട്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നമ്മൾ വലിക്കുമ്പോൾ താഴത്തോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിപ്പടി താഴത്തോട്ട് ഇറങ്ങിപ്പോവും ഫ്രഞ്ച് നോട്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം വലിക്കാനും. മുറുക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ താഴത്തോട്ട് ഇറങ്ങിപ്പോവും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം മൊത്തത്തിൽ നമ്മൾ ആ ഫ്ലവർ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി കോൺട്രാസ്റ്റ് കളറല്ല, എന്നാൽ 3 ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഫ്ലവർ തയ്ച്ച് കഴിഞ്ഞത്. ഇനി ഇതിൻ്റെ അകത്ത് ഇവിടെ 2 സ്പോട്ട്, അതുപോലെ തന്നെ ഇവിടെയും 2 തണ്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അവിടെ 2 നമ്മൾ ബീഡാണ് വെക്കുന്നത്. ആ 2 സ്ഥലത്തും ബീഡ് വെക്കാനായിട്ട് ഓറഞ്ച് ത്രെഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ 2 strands എടുത്തിട്ടുള്ളൂ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കയറാനായിട്ട്. കുഞ്ഞ് സൂചിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
ഒരു ഓറഞ്ച് പീച്ച് ഷെയ്ഡ് തന്നെ ഒരു ബീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. സാരിയുടെ ഓൾമോസ്റ്റ് സെയിം കളർ തന്നെയാണ് ബീഡും. ഇത് കണ്ടോ, സാരിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അത്ര എടുത്ത് കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം കളർ തന്നെയാണ്. ഒരു ഗ്ലേസിങ് എഫക്റ്റ്, ഒരു പൊട്ടി കളർ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇത് ഞാൻ ഒരു വട്ടമാണ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നുള്ളൂ. തൊട്ടപ്പുറം തന്നെ നൂല് വലിച്ച് അടുത്തതിലും ഞാൻ ബീഡ് വെക്കുക. അത് കഴിഞ്ഞിട്ട് താഴെ കെട്ടിടാൻ നേരത്ത് രണ്ടിൻ്റെയും താഴത്തെ കൂടെ എടുത്തിട്ടാണ് കെട്ടിടുന്നത്. അപ്പോൾ ഉറച്ചിരുന്നോളും, പോകത്തില്ല. കെട്ടിടാൻ നേരത്ത് ഇവിടെയാണ് ആദ്യത്തെ ബീഡ് ഇരിക്കുന്നത്. അപ്പോൾ ആ ബീഡ് കയ്യിൽ മറു സൈഡിൽ കൈ കൊണ്ട് പിടിച്ചിരിക്കുകയാണ്, ബീഡ് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചിട്ടാണ് ഞാനിങ്ങനെ നീഡിൽ എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു നോട്ട് ഇടുവാണ്. ഇവിടെ ഒരു നോട്ട് ഇട്ടു. അതുപോലെ തന്നെ മറ്റേ ബീഡിൻ്റെ അവിടെയും ഇതുപോലെ താഴത്തേക്കൂടെ ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഒരു ബീഡ് വയ്ക്കുക, അവിടെ ഒരു നോട്ട് ഇടുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ പാറ്റേൺ വരുന്നത്. ഇത് റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈനാണ്. പല്ലുവിൽ വരുമ്പോൾ ഇതുപോലെ വലിയ ഡിസൈനാണ്. കുറച്ചും കൂടെ 2 ഫ്ലവറും പെറ്റൽസ്, രണ്ട് ഫ്ലവറും ലീവ്സൊക്കെ ആയിട്ട് ആണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലിയ ഡിസൈനാണ്. അപ്പോൾ ഇതൊരു സിൽക്കി, ഞാൻ പറഞ്ഞ സിന്തറ്റിക് എഫക്റ്റുള്ള സാരിയാണ്. ഉടുക്കാൻ എളുപ്പമാണ്. ഭയങ്കര പതു എന്ന് വെച്ചാൽ സ്മൂത്തായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. സുഖമായിട്ട് നമുക്ക് ഉടുക്കാം. അപ്പോൾ ഈ ഡിസൈൻ പാറ്റേൺ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.